2 ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നും നാളെയും അവിടെ നിന്നിട്ട് മറ്റന്നാൾ തിരിച്ചു പോരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ. എന്തായാലും നല്ലൊരു യാത്ര ആയിരിക്കും എന്ന് വിചാരിക്കും. ബാക്കി കാഴ്ചകളെല്ലാം നമുക്ക് വഴിയെ കാണാം. അപ്പൊ പോരല്ലേ അവിടെ. ഓക്കെ, എല്ലാവരും നമ്മൾ ഏകദേശം അങ്കമാലി എത്തി. അപ്പൊ അങ്കമാലിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നോക്കിട്ട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറാൻ പോവാം. അപ്പൊ നമ്മൾ ഇതുവഴി പോകുമ്പോ ഇവിടെയാണ് കേറാറ്. നല്ല ഫുഡാണ് ഇവിടുത്തെ കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞത് ഇവിടെ ഒരാൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇവിടെ ഇപ്പോൾ ഡീസലിൻ്റെ വില 94.69. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ആനേനെ കണ്ടിട്ട് പാപ്പു ഭയങ്കര എക്സൈറ്റ്മെന്റിലിരിക്കും. ആന പാപ്പു ആരാ? നമ്മൾ ഏകദേശം എത്താറായി. കുറച്ച് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് സമയമൊക്കെ പോയി. അങ്ങനെ പാപ്പു വെയില് കാരണം ഉറങ്ങാനുള്ള പരിപാടിയില്ല. പാപ്പു ഉറങ്ങാൻ പോവാ. അത്യാവശ്യം റോഡിൽ തിരക്കുണ്ട്. ഭയങ്കര തിരക്കൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂര് ചാലക്കുടി ഏരിയ ഒക്കെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം നോർമൽ ട്രാഫിക് ആയിട്ടുണ്ട്. ഏകദേശം കുതിരാണ്ടണലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഒരു അടുത്തൊരു ആനയും കൂടെ പോണുണ്ട്. ഇവിടെ പാലക്കാട് ഇവിടെ ഉത്സവം നടക്കണതിന്റെ ഇത് കാരണം തോന്നുന്നു. എന്തോ ഒരു ആനേനെ കണ്ടെന്നറിയാമോ? പക്ഷെ ഇങ്ങനെ പൊരി വെയിലത്ത് കൊണ്ടുപോകണ കഷ്ടമാണ് കേട്ടാ ആനേനെ. എന്തൊരു വെയിലാ. പാലക്കാടാണെങ്കിൽ പറയും വേണ്ട, നല്ല ചൂടുണ്ട്. രാത്രി കൊണ്ടുപോകായിരിക്കും നല്ലത് നിങ്ങക്ക്. പാപ്പുവിന് ആനേനെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. തുമ്പിക്കൈ കാണാൻ പറ്റണില്ലല്ലോ എന്നാണ് പാപ്പു പറയുന്നത്. കൊറേ എണ്ണം കണ്ടിട്ട് ഇതേപോലെ വരുന്ന വഴിയൊക്കെ നമ്മള് കണ്ടിരുന്നു. ഇങ്ങനെ ലോറിയുടെ പുറത്ത് ആനേനെ കൊണ്ടുവരണം. വാളാർ ചെക്ക് പോസ്റ്റിന്റെ തൊട്ടടുത്ത് ചെയ്യുമ്പോൾ വണ്ടി വന്ന് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ തടി ഡിപ്പോയിൽ കുറെ തടികളൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഏകദേശം തമിഴ്നാട് കേരള ബോർഡർ എത്തി. ഓർക്കണുണ്ട ഓരോ ഉറക്കമായി. നമ്മുടെ തമിഴ്നാട്ടിലെ ബോർഡർ ഏകദേശം അവിടെ റീച്ച് ടൈം കാണിക്കുന്നത് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത് ഏകദേശം 1:30-2 മണിയോടെ എത്തുന്ന കാണിക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഫുഡ് കഴിക്കണം, ചെറിയൊരു ടീ ബ്രേക്ക് എടുക്കണം. നമ്മുടെ യാത്ര നമ്മളങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് തമിഴ്നാട് കയറി കോയമ്പത്തൂർ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടി. കുറച്ച് സമയം അത് കഴിഞ്ഞപ്പോഴേക്കും സ്മൂത്തായി ട്രാഫിക്. ഹലോ, ഇപ്പൊ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. നമ്മള് ഊട്ടിയിലേക്ക് ഉള്ള ഹെയർ പിന്നില് അത് കയറി തുടങ്ങി. നല്ല ചൂടുണ്ട്. നേരത്തേക്ക് ഉണ്ടാവും അറിയില്ല. പാപ്പു എഴുന്നേറ്റു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്തത്. ചോക്ലേറ്റ് കോഫി എല്ലാം കിട്ടും സ്ഥിരമായിട്ട്. ഊട്ടിക്ക് പോകും കുടിക്കാറുള്ളൊരു ഷോപ്പാണ് ചോക്ലേറ്റ്.
ഇതിലേക്ക് എത്രയും തൊട്ട് മുമ്പ് സ്ഥലത്തുനിന്ന് സ്ഥിരമായിട്ട് വരുമ്പോൾ ചോക്ലേറ്റ് കുടിക്കുന്ന ഒരു കടയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെയാണ്. ഇതിന് മുമ്പ് നമ്മൾ എന്തായാലും കുഞ്ഞുണി വഴി പോകുമ്പോൾ ചോക്ലേറ്റ് മസ്റ്റാണ് അല്ല കുഞ്ഞു? എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ ചോക്ലേറ്റ് കോഫിയൊക്കെ കുടിച്ച് പാട്ട് ചാടി ചാടി വരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ നമുക്ക് കാണാൻ പറ്റി. വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഓടിപ്പോണത് കണ്ടിട്ടില്ല. എപ്പോഴും ഈ ട്രാക്ക് എത്തുമ്പോ ഞാൻ വിചാരിക്കാറുണ്ട് ഇത് നമ്മൾ ഇതിൽ ഒന്ന് പോകുമ്പോ കണ്ടായിരുന്നു ഫിലാന്ന്. എന്തായാലും അത് സാധിച്ചു. സമയം എത്ര ഇപ്പൊ? ഏകദേശം 2:30. ഊട്ടിയെത്തി ഗൈസ്. ഇപ്പൊ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്രയും കൂടി പോകണമെന്നാണ് കാണിക്കുന്നത്. നമ്മൾ സ്റ്റേ ചെയ്തത് ഈ ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ഒക്കെ ഫ്രഷായി ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോവാം. കുഞ്ഞു ഇവിടെ ഫുൾ ആക്റ്റീവ് ആകാം. ഹിൽ ക്രസ്റ്റ് മെട്രോ. എവിടെ മങ്കി? എവിടെ? ആ നീ വന്നറിഞ്ഞിട്ട് കുറച്ച് മങ്കീസൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഓ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അന്ന് നടക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പാപ്പു അത് ഇനി നമ്മള് കോത്തഗിരിയിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇനി അങ്ങനെ പോവാം. ഇന്നലെ നമ്മൾ ഊട്ടി ടൗണിലാണ് സ്റ്റേ ചെയ്തത്. ഇന്നലെ കോത്തഗിരി, ഇന്ന് കോത്തഗിരി സ്റ്റേ, നാളെ ഇവിടുന്ന് ചെക്കൗട്ട്. അപ്പൊ ഇന്ന് പോണ കാഴ്ചകളെല്ലാം കാണിക്കും. ഇന്നലെ പാപ്പുവിന് നല്ല സുഖമില്ലാഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങള് അധികമൊന്നും കറങ്ങാനൊന്നും ഇറങ്ങിയില്ല. അതാണ് സംഭവിച്ചത്. അങ്ങനെ ദേവതി കുട്ടികളെയൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാറിൽ വന്നിട്ട് ലഗേജുകൾ കയറ്റിയും അത്യാവശ്യം കൊടുക്കാനുള്ളതൊക്കെ ഒതുക്കി റെഡിയാക്കി വരും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താണ് പാപ്പ? അത് കുതിരയാ? എന്ത് കളറാ പാപ്പന്? കുതിരന് ഇഷ്ടമാണോ? എന്താ കയ്യിലിരിക്കണേ? നമ്മള് ഊട്ടിയിലുള്ള റൂം വെക്കേറ്റ് ചെയ്തിട്ടോ നമ്മള് കോത്തഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇഷ്ടമായോ ബ്രേക്ക്ഫാസ്റ്റ്? ഇഷ്ടമായോ? എന്താ ഇഷ്ടമായേ? ഏതാ ഇഷ്ടമായ? പാസ്ത ആണോ ഇഷ്ടമായത്? നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതുവഴിയാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കയറിയത് കാരണം ആർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കയറാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ്. വെയിലുണ്ട് പക്ഷെ ചൂടില്ല, നല്ല തണുപ്പുണ്ട് ഇപ്പൊ. നമ്മളിങ്ങനെ പോണ വഴിക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കണ്ടിട്ട് നിർത്തിയതാ. നല്ല വ്യൂ ആ. ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഇവരൊന്നും ഇറങ്ങിയില്ല. ഹലോ ഗൈസ്. അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഊട്ടിയിൽ നിന്ന് നമ്മൾ കോത്തഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ കോത്തഗിരി, പിന്നെ നമ്മുടെ മുതുമല, അതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊരു പാർട്ട് 2 ആയിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് കയറി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇത് നമ്മളൊരു ഫാമിലി വ്ളോഗായിട്ടാണ് എടുത്തേക്കുന്നത്, ഒരു ട്രാവലിംഗ് വ്ളോഗ്. അതേ ഉള്ളൂ. നമ്മുടെ ഊട്ടിയും അങ്ങനെ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് ഊട്ടിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഊട്ടീനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ യാത്ര പോയപ്പോൾ അതിലുള്ള ഒരു രസം അതൊക്കെ കാണിക്കാനാണ് ഉദ്ദേശിച്ചത്.
ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കണത്. അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫോറസ്റ്റ് റൂട്ടൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് ആനിമൽസിനെയൊക്കെ സൈറ്റ് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് ഉൾക്കൊള്ളിച്ചേക്കുന്നത്.